തലസ്ഥാനത്ത് മകനെയും അച്ഛനെയും നടു റോഡിൽ തല്ലിച്ചതച്ച ഗുണ്ട പിടിയിൽ. തകരക്കപ്പറമ്പ് കുട്ടനാണ് പിടിയിലായത്. +2 വിദ്യാർത്ഥിയെ നിലത്തിട്ട് ഗുണ്ടാസംഘം ചവിട്ടുകയും ചെയ്തിരുന്നു. BSL ഉദ്യോഗസ്ഥൻ രാജേഷിനും മകൻ അഭിനവിനുമാണ് മർദ്ദനമേറ്റത്. കുട്ടന്റെ വാഹനം മാറ്റാൻ ഹോൺ മുഴക്കിയതിനാണ് മർദ്ദിച്ചത്. 2 കാറുകൾ ബ്ലോക്ക് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഹോൺ അടിച്ചിട്ടൊന്ന് മാറി തരാൻ പറഞ്ഞിട്ട് അവർ മൈൻഡ് ചെയ്യാതൊന്നും, അല്ല നമ്മൾ ബൈക്കിലായിരുന്നു, പിന്നെ ഹോൺ അടിച്ചിട്ടൊന്ന് മാറ്റി തരുമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അയാൾ ഓടിക്കൊണ്ട് വന്നിട്ട് എന്താടാ എൻ്റെ ഫ്രണ്ടുമായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാടാന്ന് പറഞ്ഞിട്ട് എന്നെ മൃഗമായിട്ട് ഇടിച്ച്, അതായത് എൻ്റെ ബാക്കിൽ ഇടിച്ച് എന്നെ ഭയങ്കരമായിട്ട് ഇടിച്ചപ്പോൾ എൻ്റെ തല കറങ്ങി ഞാൻ വീണ. മോനെ അവരെടുത്തിട്ട് ചവിട്ടി തറയിട്ട് അവൻ്റെ നെറ്റിയിലൊക്കെ എടുത്തിട്ട് ചവിട്ടുന്നത് കണ്ടത്. അപ്പോൾ ആൾക്കാർ ഓടി വരുന്നതുകൊണ്ട് ഇവർ ഇടിച്ച് അയാൾ ഓടയും. മറ്റേ ഈ തകരപ്പറമ്പ് കൂട്ടെന്ന് പറഞ്ഞാൽ ആ ഗുണ്ട അവിടെ നിന്ന് ഷോ കാണിച്ച് അതുവഴി ശ്രീകണ്ഠേശ്വരം കോവിൽ വഴി നടന്നു പോകരുത്. എന്നെ അങ്ങനെ ഒന്നും പറയാതെ അടിച്ച്. രണ്ടുപേരും വേഗം ചാടി വന്ന് ഇവിടെ വണ്ടി കൂട്ടുകാരനെ സംസാരിക്കണമെന്ന് കണ്ടുവിടണമെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ വണ്ടിയിൽ നിന്ന് ചവിട്ടിയിട്ടപ്പോൾ ഞാൻ ഇറങ്ങി. അപ്പോഴത്തേക്ക് വേഗം എന്നെ ആക്രമിക്കാൻ തുടങ്ങി. രണ്ടുപേരും കൂടെ ചേർത്ത് എൻ്റെ ഒരാൾ കൈ പിടിച്ച് വെച്ചിട്ട് മറ്റേ മോന്തയ്ക്ക് ഇട്ട് ചവിട്ടുമായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു, പക്ഷെ ആരും അങ്ങനെ ഇടപെട്ടില്ല. എല്ലാവരും വിടറാന്ന് പറഞ്ഞു, പക്ഷെ എന്നിട്ട് മോന്തയിലിട്ട് കുറേ തവണ ചവിട്ടി തന്നു. നേരത്തെ കണ്ടിട്ടുണ്ടോ മോനി? ഇല്ല, ആദ്യമായിട്ടാണ് ഞാൻ ഇത് കാണുന്നത്. ഇയാൾ എന്നോട് ചോദിച്ചു പരാതി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ ഒരു കൊച്ചു കുട്ടി മീൻസ് അതിനെ ട്യൂഷൻ കഴിഞ്ഞ് കൊണ്ടുവരുന്ന കുട്ടിയെ ഇങ്ങനെ അടിക്കുമ്പോൾ പരാതി ഉണ്ടാവില്ല, അതെന്തെങ്കിലും ചെയ്തിട്ടാണോ? ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് കൊച്ചിനെ വിളിച്ചുകൊണ്ട് വരുന്ന വഴിക്കാണ് ഇതുണ്ടായത്. അപ്പോൾ എന്നോട് ചോദിക്കുവാണ് പരാതി ഉണ്ടോ എന്ന്. അതിന് ചതച്ചരച്ച് അവിടെ ഇട്ടേക്കുവാണ്. അപ്പോൾ പരാതി ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് പറ്റിയൊരു ക്വസ്റ്റ്യനാണ്. പേര് പറഞ്ഞില്ല, എന്നോട് ചോദിച്ചത് അങ്ങനെയാണ്, പരാതി ഉണ്ടോ എന്ന്. VV അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അരുണ്, ഈ ഗുണ്ട അയാൾ പെട്ടെന്നുള്ള പ്രകോപനത്തിന്റെ അപ്പുറത്ത് ഇതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടാകുന്നു. ഇയാൾക്ക് നേരെ ഇത്തരം ബാക്ക്ഗ്രൗണ്ടുകളുള്ളതാണ്. എന്താണ് ഇപ്പോൾ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? തകരപ്പറമ്പ് കുട്ടൻ ശ്യാംകുമാറിനെയാണ് പോലീസ് പിടികൂടിയത്. ഇയാളിപ്പോൾ വഞ്ചൂർ പോലീസ് സ്റ്റേഷനിലുണ്ട്. അയാളാണ് കേസിലെ പ്രധാന പ്രതി. പക്ഷേ ഈ മർദ്ദനമേറ്റ അച്ഛനും മകനും പറയുന്നതനുസരിച്ച് കുട്ടനേക്കാൾ കൂടുതൽ മർദ്ദിച്ചത് മറ്റേ പ്രതിയാണ്. അയാളുടെ പേര് അഖിൽ എന്നാണ്. അയാളെ പിടികൂടാനുള്ള ശ്രമത്തിലാണെന്നാണ് പോലീസ് പറയുന്നത്. രണ്ടുപേർക്കും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളാണ്. ഈ കുട്ടൻ നേരത്തെ തന്നെ നിരവധി കേസുകളിലെ പ്രതിയാണ്. അഖിലും സമാനമായി ഗുണ്ടാസംഘങ്ങളുമായി ബന്ധമുള്ള ആളെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. വഞ്ചൂർ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. ആദ്യഘട്ടത്തിൽ വലിയ വീഴ്ച പോലീസിൻ്റെ ഭാഗത്ത് വന്ന ഒരു കേസ് കൂടിയാണ്. ഇന്നലെ രാത്രി മർദ്ദനമേറ്റിട്ടും പ്രതികളെ കണ്ടെത്താനോ അല്ലെങ്കിൽ ഈ ഒരു വിഷയം ഗൗരവമായി എടുക്കാനോ പോലീസ് തയ്യാറായതില്ല. ഇത് രാവിലെ വാർത്ത വന്നതിന് ശേഷമാണ് പോലീസ് ഉണരുന്നത്. അതിനുശേഷം അവരുടെ വീട്ടിലെത്തി മൊഴിയെടുക്കുന്നു. അതിന് മുമ്പ് തന്നെ കുട്ടിയുടെ അമ്മയെ വിളിച്ചിട്ട് ഇങ്ങനെ പരാതിയെ മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടെന്ന് വല്ലാത്തൊരു സംശയം ചോദിച്ച പോലീസ് ഏതായാലും ഇക്കാര്യത്തിൽ ഇപ്പോൾ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. പോലീസ് മേധാവിയുടെ ഓഫീസും വിഷയത്തിൽ നേരത്തെ രാവിലെ തന്നെ ന്യൂസ് 18 വാർത്ത ശ്രദ്ധയിൽപ്പെട്ട പോലീസ് മേധാവിയുടെ ഓഫീസും ഇതിൽ ഇടപെട്ടിരുന്നു. ഏതായാലും രണ്ടാമത്തെ പ്രതിയെ കൂടി വൈകാതെ കസ്റ്റഡി എടുക്കുമെന്നാണ് പോലീസ് സൂചിപ്പിക്കുന്നത്. ഇവരുടെ പെട്ടെന്നുള്ള പ്രകോപനം തന്നെയാണ്. പക്ഷേ ഇന്നലെ അവർ മറ്റു പല കേസുകളിൽ കൂടി പെട്ടിട്ടുണ്ടെന്ന കാര്യത്തിലൊക്കെ പോലീസ് സംശയമുണ്ട്. ഒരു ബാറിൽ ഇവർ പോയി പ്രശ്നമുണ്ടാക്കിയെന്ന പരാതിയുണ്ട്. അത്തരം കാര്യങ്ങളിലും അന്വേഷണം പോകും. ഏതായാലും ഇപ്പോൾ ഈ പ്രധാന പ്രതി കുട്ടനെ പിടികൂടിയിരിക്കുന്നു. അഖിലിന് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കിയെന്നും പോലീസ് പറയുന്നു. VV അരുൺ വിവരങ്ങൾ പങ്കുവച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.